കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥിക്ക് നീതി നിഷേധം. ബി.ജെ.പി. പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിക്ക് നീതി നിഷേധിച്ചുവെന്നാരോപിച്ച് സ്കൂൾ മാനേജ്മെന്റിനെതിരെ ബി.ജെ.പി. പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച രാവിലെ 10:30 സ്കൂളിലേക്കാണ് മാർച്ച് നടത്തുന്നത്. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി പി. ശ്യാംരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ലെന്ന് മാതാപിതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ക്ലാസ് തുടങ്ങിയിട്ട് 6 ദിവസം മാത്രമാണ് ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. 30-ാം തീയതി ഫസ്റ്റ് ഇൻ്റർവെൽ സമയത്ത് അവനെ റാഗ് ചെയ്തു. അത് വിസമ്മതിച്ചു എന്ന ഒരു കാരണത്താലാണ് ലഞ്ച് ബ്രേക്കിന് അവൻ ടോയ്ലറ്റിൽ പോയ സമയത്താണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അവൻ ടോയ്ലറ്റിലേക്ക് ആദ്യം കയറി പോകണം. അതിൻ്റെ പിന്നാലെ 10-20 പേര് അവനെ ഫോളോ ചെയ്യുന്നത് എല്ലാം കൃത്യമായിട്ട് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിച്ചു. ഞങ്ങളത് കണ്ടതാണ്. അപ്പോൾ അവന് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ വളരെയധികം അവരെ മർദ്ദിച്ച് അവശനാക്കി. എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. പോലീസിൻ്റെ ഭാഗത്തുനിന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഇതുവരെ 10 ദിവസമായിട്ടും ഞങ്ങൾക്ക് ഇതുവരെ അനുകൂലമായൊരു നടപടി കിട്ടിയിട്ടില്ല. ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇതേപോലെ ഒരു അമ്മയ്ക്കും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാവരുത്. എൻ്റെ കൊച്ചിന് നീതി കിട്ടണം. 11 ദിവസമായി ഈ സംഭവം കഴിഞ്ഞിട്ട് കഴിഞ്ഞ 30-ാം തീയതി ആണ് സംഭവം ഉണ്ടായത്. 31-ാം തീയതി വൈകുന്നേരമാണ്. ഞാൻ പേടിച്ചിട്ട് പറഞ്ഞില്ല, വീട്ടിൽ പറഞ്ഞില്ല. 31-ാം തീയതി രാത്രിയാണ് എൻ്റെ അനിയനോട് ഇവൻ സംഭവം പറയുന്നത്. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവൻ അങ്ങനെ പറയില്ല. ഇത് കാരണം കുമ്പെടുത്തി നിർത്തി പുറത്തിനും തലയ്ക്കുമാണ് അടി കയറ്റത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്കാൻ ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്തു, തലയുടെ സ്കാൻ ചെയ്തു. പിന്നെ പുറമേദന മാറുള്ളവനിപ്പോൾ ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ വരുമ്പോൾ ആ പാറപ്പുറത്ത് പുറത്ത് കുഴമ്പിട്ട് തിരുമ്പയും മറ്റേ കിഴിപിടിക്കലേക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ സംഭവം ഒരു മാതാപിതാക്കൾക്കും അഭിമുഖീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനെന്തെങ്കിലും ശിക്ഷാ നടപടികൾ വേണം. അതായത് ഈ ടോയ്ലറ്റിലേക്ക് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും സെപ്പറേറ്റ് ടോയ്ലറ്റാണ്. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കുള്ള ടോയ്ലറ്റിലേക്ക് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ വരാൻ പാടില്ല. അതൊക്കെ CC ക്യാമറയിൽ കാണാം. അപ്പോൾ അത് അതിക്രമിച്ച് വന്ന് ഇവന് മനഃപൂർവ്വം തല്ലാൻ വേണ്ടി അതിക്രമിച്ച് വന്നാണ്. ഇനി അത് ഈ കേരളത്തിൽ ഇതുപോലെ സംഭവം ആവർത്തിക്കരുതെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. റാഗിംഗ് നിയമം ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നും വിഷയത്തിൽ MLA അടിയന്തരമായി ഇടപെടണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടു. റാഗിംഗ് സംഭവം മറച്ചുവെക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ശ്രമിച്ചുവെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആരോപിച്ചു. റാഗിംഗ് നിരോധനം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള റാഗിങ്ങുകളൊക്കെ നടക്കാത്ത ഒരു ഏകദേശ സമയമൊക്കെയാണ് ഇപ്പോൾ. പക്ഷേ ഈ സ്കൂളിൽ ഒരു കുട്ടിയെ റാഗ് ചെയ്ത് ആ കുട്ടിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും മർദ്ദനമേറ്റ് ഹോസ്പിറ്റലൈസ്ഡായിട്ട് ഇന്ന് 11 ദിവസമായി. 11 ദിവസമായിട്ടും ഈ കാര്യത്തിന് വേണ്ടി സ്കൂൾ അധികൃതർ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ഞങ്ങളോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ അച്ഛനും അമ്മയും ഉണ്ട്. അവര് ഇവിടെ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നാളെ ഈ കേരളത്തിലെ ഏതൊരു കുഞ്ഞിന് സംഭവിച്ചാലും അത് സ്വന്തം മനസാക്ഷിയുടെ പേരിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കിതിനെ പ്രതികരിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്രയും ദിവസം ഈ സംഭവം നടന്നിട്ടും ഇതിനു വേണ്ടിയിട്ട് ഇവിടെ നമുക്കറിയാം രാഷ്ട്രീയക്കാർ ഒരുപാടുള്ള പെരുമ്പാവൂരിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രസരണമുള്ള ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും ഈ കാര്യത്തിൽ യാതൊരു തരത്തിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും ഇത്തരത്തിൽ ഒരു കുഞ്ഞിനെതിരെ അതിക്രമം നടന്നാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനും ആ മാതാപിതാക്കളോടൊപ്പവും ഞങ്ങൾ ഉണ്ടായിരിക്കും. മറ്റൊന്ന്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളും ഒക്കെ പല പ്രാവശ്യം സ്കൂളിൽ പോവുകയും സ്കൂൾ അധികൃതരായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു റാഗിങ്ങിന് ഒരു കുട്ടി ഇരയായി ആ കുട്ടിയെ വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ച് ആ കുഞ്ഞ് തല കറങ്ങിയ കുഞ്ഞ് എന്നോട് പറഞ്ഞത്, ആ കുഞ്ഞിനെ ഞങ്ങൾ നേരിൽ കണ്ടു. ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞത് അടി കൊണ്ട് വീണതിന് ശേഷം
തലയ്ക്ക് നമുക്കറിയാലോ കുറെ പേര് ചേർന്ന് ആക്രമിക്കുന്നു. അവരാരൊക്കെയാണെന്ന് കുട്ടിക്ക് അറിയാം. 6 ദിവസമായിട്ടുള്ളൂ ഈ കുഞ്ഞ് സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഈ 6 ദിവസത്തിനെതിരെ നടന്ന വന്ന് 6ാമത്തെ ദിവസം ഈ പ്രശ്നം ഉണ്ടായി. ഈ കുഞ്ഞിനെ അവിടെ തല്ലിയിട്ടതിന് ശേഷം അവന്റെ ക്ലാസ് റൂമിലേക്ക് എഴുന്നേറ്റ് പോകാനുള്ള അവന്റെ അവസ്ഥ അവൻ വിശദീകരിച്ചു. സത്യം പറഞ്ഞ ഒരു അമ്മ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം വേദന തോന്നിയൊരു സമയമാണ് അവന്റെ വായിൽ നിന്നും അവന്റെ അനുഭവം അവൻ പറയുമ്പോൾ ഉണ്ടായത്. എന്നിട്ട് തല നേരെ നിൽക്കാതെ കുഞ്ഞ് എഴഞ്ഞ് ഒരു പ്രകാരം ക്ലാസ്സിൽ ചെന്ന് ആ കുഞ്ഞ് ഇരുന്നിട്ട് കൈ ഇങ്ങനെ തല വെച്ച് ആ കുട്ടി അവിടെ കിടന്നു. ആ ഒരു ഡെസ്കിൽ ഒരു ടീച്ചർക്ക് എന്ത് ഉത്തരവാദിത്വമുണ്ട്? ഒരു ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപിക ഈ കുഞ്ഞ് നമ്മളാരാണെങ്കിലും ഇങ്ങനെ കിടക്കണമെന്ന് എന്താണെങ്കിലും ചോദിക്കും. പക്ഷെ അതുപോലും ഉണ്ടായില്ല. ആ കുട്ടി അവിടെ അവന് നോർമൽ കണ്ടീഷൻ ആവുന്ന വരെ അവൻ അവിടെ കിടന്നും ഇരുന്നും ഒക്കെ ആയിട്ട് സമയം ചെലവഴിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ക്രൂരതയാണിത്. അപ്പൊ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണം. ഇത്തരത്തിലൊരു റാങ്കിങ് സംഭവം ഉണ്ടായാൽ അത് ഉടനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടുത്തെ പ്രിൻസിപ്പലിന്റെ അധികാരമാണ്. അത് ചെയ്യേണ്ടതാണ്. പക്ഷെ ആ പ്രിൻസിപ്പൾ അതിനു വേണ്ടി പ്രതികരിച്ചിട്ടില്ല. മറ്റൊന്ന്, അവിടെ CC ക്യാമറ ദൃശ്യങ്ങളുണ്ട്, അത് പരിശോധിക്കാം. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് പോലീസ് ഈ കാര്യത്തിൽ ഇടപെടാത്തത്? ഈ പെരുമ്പാവൂർ പോലുള്ള ഒരു പ്രദേശത്ത് ഇവിടെ MLA ഉണ്ട്. ഇവിടുത്തെ MLA എവിടെ പോയി? ഇവിടുത്തെ MLA ഒരു വാക്ക് പറഞ്ഞു കേട്ടില്ലല്ലോ. എന്താ MLAക്ക് ഇതൊന്നും മൂക്കിന്റെ താഴെ നടക്കുന്ന സംഭവങ്ങളിലൊന്നും MLA വരണ്ട എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ട, അതിന് നടപടിയെടുക്കാൻ അല്ലെങ്കിൽ അച്ഛനും അമ്മയും കാണണ്ട എന്നുള്ളതാണോ? ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കോട്ടെ, അത് BJP ആയിക്കോട്ടെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, പക്ഷെ ജനപ്രതിനിധി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ആളാണ്. പക്ഷെ യാതൊന്നും വേണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ. ഇത് ശരിക്കും പോലീസിന്റെ അനാസ്ഥയും കൂടി ഇതിലുണ്ട്. 11 ദിവസമായിട്ടും ഇതിനെതിരെ ഒരു തീരുമാനം എടുക്കാൻ പെരുമ്പാവൂർ പോലീസിന് കഴിയാത്തത് MLAയുടെ ഒത്താശയോട് കൂടിയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും BJP നേതാക്കൾ അറിയിച്ചു. 11 മണിക്ക് സ്കൂളിലേക്ക് BJP നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നുണ്ട്. അത് സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജാണ് ഉദ്ഘാടനം ചെയ്തത്. BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ്, ലിഷ രാജേഷ്, PR രാഗേഷ്, P അനിൽകുമാർ, കുട്ടിയുടെ മാതാപിതാക്കൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.